ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് CSS പാഡിംഗ് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ്. പലർക്കും പറ്റുന്നൊരു പ്രധാനപ്പെട്ട അബദ്ധമാണ് പാഡിങ്ങും അതേപോലെ തന്നെ മാർജിനും തമ്മിൽ ഒരേപോലെയാണോ എന്ന്. ഓക്കെ, അപ്പോൾ അതിന് സിമ്പിളായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇവിടെ വെച്ചിട്ട് തന്നെ ഒരു എക്സാമ്പിൾ പറയാം. പാഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വൈറ്റ് ഭാഗം, അതായത് ഇത്രയും ഭാഗത്തിന്റെ അകലത്തിനെയാണ് നമ്മൾ പാഡിംഗ് എന്ന് പറയുന്നത്. മാർജിൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലത്തിനെയാണ് നമ്മൾ മാർജിൻ പറയുന്നത്. അതായത് ഈ വൈറ്റ് സ്പേസ് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ ഈ ഇത്രയും ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാഡിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ പുറത്തു വരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർജിൻ എന്ന് പറയുന്നത്. ഇതാണ് പാഡിങ്ങും അതേപോലെ തന്നെ മാർജിനും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എങ്ങനെ നമുക്ക് പാഡിംഗ് ഉപയോഗിക്കാം, അത് വെച്ചിട്ട് എങ്ങനെ ഒരു എക്സാമ്പിൾ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഉള്ള മുമ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ച ഒരു എക്സാമ്പിളാണ് ഇവിടെ ഉള്ളത്. ഇത് ഞാൻ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, ഈ ടെക്സ്റ്റിന് പകരം ഞാനിവിടെ വന്ന് H1 എന്നൊരു ടാഗ് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണോ ടെക്സ്റ്റ് വേണ്ടത് അത് നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ടെക്സ്റ്റിന് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ H1 എന്ന ടാഗാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, ബാക്ക്ഗ്രൗണ്ട് കളർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ചേർത്ത് കൊടുക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ഞാനിവിടെ ചേർത്ത് കൊടുത്തു. നമുക്ക് ഈ പേജ് ഒന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഈ പേജ് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിലായിരിക്കും വരിക. ഒരു ടെക്സ്റ്റ് ഉണ്ട്, അതിന് ബാക്ക്ഗ്രൗണ്ട് കളറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് പാഡിങ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ പാഡിങ് ചേർത്ത് കൊടുക്കാൻ നമ്മൾ പാഡിങ് എന്ന് ചേർത്തതിന് ശേഷം നമ്മൾ ഈ രൂപത്തിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 100 പിക്സലാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ എല്ലാ ഭാഗത്തും ഇതേ രൂപത്തിലായിരിക്കും മാർജിൻ വരിക. ഓക്കെ, മാർജിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനൊരു മാർജിനും കൊടുത്ത് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്നുകൂടി കറക്റ്റായിട്ട് വ്യക്തമാകും. മാർജിൻ ഞാനിവിടെ വന്നൊരു 100 പിക്സൽ മാർജിനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാർജിൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറത്തുള്ള ഈ അകലത്തിനെയാണ് നമ്മൾ മാർജിൻ എന്ന് പറയുന്നത്. പാഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലുള്ള ഈ ഒബ്ജക്റ്റിന്റെ ഇത്രയും അകലത്തിനെയാണ് നമ്മൾ പാഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പാഡിംഗ് രണ്ട് വിധത്തിലാണ് അതിന്റെ വാല്യൂ ചേർത്ത് കൊടുക്കുക. ഒന്ന് ലെങ്ത്, അതായത് പിക്സലിന്റെ അല്ലെങ്കിൽ സെന്റിമീറ്ററിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പാഡിംഗ് നമുക്ക് രണ്ട് വിധത്തിൽ ചേർത്ത് കൊടുക്കാം. ഒന്നാമത് ലെങ്ത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് നമ്മൾ സെന്റിമീറ്ററോ അല്ലെങ്കിൽ പിക്സലിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പാഡിംഗ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഒരു പെർസെൻറ്റേജിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പാഡിംഗ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ എക്സാമ്പിൾ ഞാനിവിടെ വന്ന് ഒരു 5% ഞാൻ ഇതിന് പാഡിംഗ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഇത്തരത്തിലായിരിക്കും നമുക്ക് ഇതിന്റെ പാഡിംഗ് വരിക. അത് നമ്മൾ കൂട്ടി ചേർത്ത് കൊടുക്കുന്നതിനനുസരിച്ച് അതിന്റെ എത്രയാണോ നമുക്ക് അതിന്റെ വേണ്ട പെർസെൻറ്റേജ് പാഡിംഗ് വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ പാഡിംഗ് ജസ്റ്റ് ഇതേപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഒരേ രൂപത്തിലായിരിക്കും വരിക. ഇനി ഓരോ ഭാഗത്തും നമ്മൾ മാർജിൻ പറഞ്ഞ പോലെ നമുക്ക് ടോപ്പിൽ മാത്രം പാഡിംഗ് മതിയെങ്കിൽ ഇവിടെ വന്ന് ടോപ്പ് എന്ന് ചേർത്ത് കൊടുത്താൽ അതിന്റെ മുകളിൽ മാത്രമേ നമുക്ക് പാഡിംഗ് വരൂ. അതേ രൂപത്തിൽ തന്നെ നമുക്ക് അതിന്റെ ബോട്ടം അടിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് ടോപ്പിന്റെ സ്ഥാനത്ത് നമ്മൾ ബോട്ടം എന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ താഴ്ഭാഗത്തും നമുക്ക് ഇതേപോലെ തന്നെ മാർജിൻ വന്നിട്ടുണ്ടാവും. അതേപോലെ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ടോപ്പ് എന്നതിന്റെ സ്ഥാനത്ത് നമ്മൾ ഇവിടെ വന്ന് ലെഫ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും പാഡിംഗ് വരിക. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ റൈറ്റ് സൈഡിലാണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്ന് റൈറ്റ് എന്നും ചേർത്ത് കൊടുത്താൽ അതിന്റെ റൈറ്റ് സൈഡിലും നമുക്ക് ഇതുപോലെ പാഡിംഗ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ 4 ഭാഗത്തും നമുക്ക് പ്രത്യേകം പാഡിംഗ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഒരു വെബ് ഡിസൈനിങ് ചെയ്യുമ്പോൾ പല ഭാഗങ്ങളിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട CSS കോഡാണ് പാഡിംഗ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.